ും അകത്തെ മനുഷ്യൻ വളരുവാനും ദൈവം സഹായിക്കട്ടെ. വരുന്ന ആരും നഷ്ടപ്പെട്ടു പോകാതെ അധികം ദൈവകൃപ പ്രാപിക്കേണ്ടതിന് ദൈവം ഓരോ ദിവസവും അധികമായ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയ്ക്കുവാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ബലഹീനനായ മനുഷ്യന് ഓരോ ദിവസവും അധികം ദൈവത്തിൻ്റെ ആത്മാവില്ല എങ്കിൽ ജീവിക്കാനായിട്ട് പറ്റുകയില്ല. നാം ഇന്ന് എത്ര ശക്തരാണെന്ന് നമ്മുടെ ശത്രുവിന് തിരിച്ചറിയാൻ പറ്റും. അവൻ നാളെ നമ്മെ ആക്രമിക്കുന്നത് ഇതിനേക്കാൾ ശക്തിയായിട്ടായിരിക്കും അവൻ നാളെ നമ്മെ ആക്രമിക്കുന്നത്. വേദപുസ്തകത്തിലെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അശുദ്ധാത്മാവിനെ ഒരു വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ അവൻ നീരില്ലാത്ത ദേശത്ത് അലഞ്ഞ ശേഷം അവൻ തന്നിലും ബലവാന്മാരായ 7 പേരുമായിട്ട് മടങ്ങി വരുമ്പോൾ ആ വീട് അടിച്ചു വാരിയും വൃത്തിയാക്കിയതുമായി കാണും. എന്ന് പറഞ്ഞാൽ വീടിൽ അടുക്കും ചിട്ടവും സന്തോഷവും ഉള്ളതായിട്ട് തോന്നുമെന്ന്. അങ്ങനെ തോന്നിക്കഴിയുമ്പോൾ തന്നേക്കാൾ ബലവാന്മാരായ ഈ 7 ആത്മാക്കളെ കൊണ്ട് അവൻ എന്തു ചെയ്യും? ഈ വീടിൻ്റെ അവസ്ഥ മുൻപിലത്തേതിലും പരിതാപപൂർണമാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവൻ 7 പേരെ കൊണ്ടുവരുമെങ്കിൽ നമ്മൾക്കുള്ളതിൻ്റെ 70 മടങ്ങ് ശക്തി നമ്മൾ ഓരോ ദിവസവും പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഇന്നുള്ളതിൻ്റെ 70 മടങ്ങ് ശക്തി നാളെ ഉണ്ടാവണം. അപ്പോൾ അവ 7 പേരുമായിട്ട് വരുമ്പോൾ 70 മടങ്ങ് ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമുക്കവനെ തകർക്കാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് പറ്റിപ്പോകുന്നത്, നമ്മൾ പ്രാർത്ഥിച്ച് പിശാചിനെയൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും. പിശാചുണ്ടല്ലോ അല്ലേ? ഇന്നെല്ലാവരും പറയും ഇല്ലെന്നാണ് പറയണേ അല്ലേ? അത് ആദ്യത്തെ പടി അങ്ങനെയാണ്. പിശാചിനെ ഇല്ലയെന്ന് പറയും, കുറച്ച് കഴിഞ്ഞിട്ട് പറയും ആരുമില്ലാന്ന്, ദൈവമില്ല എന്ന് പറയും അല്ലേ? അങ്ങനെ സംസ്കാരം ഇന്നുണ്ട്. ഇതൊക്കെ ചുമ്മാതാ. നമ്മൾ പള്ളിയിൽ പോകണമെന്നേ ഉള്ളൂ എന്നാണ് നമ്മുടെ ഉയർന്ന സഭകളിലുള്ള, കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സഭകളിലെല്ലാം പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. ഇതൊക്കെ ചുമ്മാതാ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് പേര് ഇങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നവരായിട്ട്, ദൈവത്തെ പേടിക്കുന്നവരായിട്ട് കുറച്ച് പേരേ ഉള്ളൂ. അത് കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കിയാൽ മതി. എന്തിന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. മനസ്സിലായില്ലേ? അപ്പോൾ ഓർമ്മ വേണം, ജാഗ്രതയോട് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ ഈ പിശാചികൻ നമ്മുടെ ജീവിതത്തിലേക്ക് പൈശാചികൻ കടന്നു വരുമ്പോൾ നാം അധികം ശക്തിയോടുകൂടെ എന്ത് ചെയ്യണം? അവനെ കടന്നാക്രമിക്കണം. അവന് കടക്കാൻ കഴിയാത്തവണ്ണം ശക്തമായൊരു മതിൽ ഉണ്ടായിരിക്കണം. അത് മറ്റൊരു കാര്യം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇന്ന് തീഷ്ണതയോടെയൊക്കെ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. നിങ്ങളെ എങ്ങനെ വരാതാക്കാം എന്ന് കാത്ത് ഒരുത്തൻ പുറത്ത് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെ വരാതിരിക്കാമെന്ന്, നിങ്ങൾ എങ്ങനെ വരാതാക്കാമെന്ന് കരുതി നാം ആയിരിക്കുന്ന ദേവാലയത്തിൻ്റെ പുറത്തും നമ്മുടെ വീടുകളിലുമൊക്കെ ആയിട്ട് ഇവൻ കാവലിരിപ്പുണ്ട്. ആരാ? ഈ പൈശാചികൻ. പല തന്ത്രങ്ങളും ഇതിനായിട്ട് മെനയും. പല നന്മകളും നമ്മുടെ മുമ്പേ കൊണ്ടുവന്ന് തരും. നന്മകളാണ് കൊണ്ടുവന്ന് തരണത്. പിന്നീട് അത് എന്തായി ഭവിക്കും? തിന്മയായിട്ട് ഭവിക്കും. അതുകൊണ്ട് നാം എത്രത്തോളം ദൈവവുമായി പറ്റിച്ചേർന്നിരിക്കാൻ പറ്റുമോ അത്രത്തോളം പറ്റിച്ചേർന്നിരിക്കണം. ദൈവത്തെ കൂടാതെയുള്ള നന്മകളൊന്നും വേണ്ട എന്ന് വയ്ക്കണം. വേണ്ട എന്നങ്ങ് തീരുമാനിക്കണം. അത്രത്തോളം ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം. ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പറയാം. നാളെ നിങ്ങൾക്കിപ്പോൾ എന്നോടൊരു ഇഷ്ടക്കേട് തോന്നിയെന്നിരിക്കട്ടെ, ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള കാര്യം പറയാം. എന്നോടൊരു ഇഷ്ടക്കേട് തോന്നി എന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെ വരാതിരിക്കരുത്? പള്ളിയിൽ വരാതിരിക്കരുത്. നിങ്ങൾ എന്നെ നോക്കിയിട്ടൊന്നുമല്ല. ഇവിടെ വന്നിട്ട് ആരെ നോക്കണം? സർവശക്തനായ ദൈവത്തെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. ഇത് തീഷ്ണതയോടെ നിരന്തരം ഇത് വർദ്ധിച്ചു വരാൻ നിങ്ങൾ ദൈവം സഹായിക്കുമ്പോൾ ഇതൊരു വലിയ ആത്മീകമായ മാറ്റത്തിന് കാരണമാകും. ബൈബിളിലൊരു വചനമുണ്ട്, മുപ്പിരി ചരട് അറ്റുപോകയില്ല. ഹല്ലേലൂയ. മുപ്പിരി ചരട് അറ്റുപോകയില്ല. ഒറ്റ ചരടാണെങ്കിൽ ചിലപ്പോൾ അറ്റുപോകും. നിങ്ങളിപ്പോൾ മുപ്പിരി ചരടാ. നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ ആര്? പൈശാചികൻ ആ കവാടം വരെ നിൽക്കുകയുള്ളൂ. അതിനിപ്പുറത്തോട്ട് കയറി വരിക അവൻ അസാധ്യമാണ്. അപ്പോൾ നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മധ്യേ അധികമായൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കും. അപ്പോൾ ആര് മാറി നിൽക്കും? പിശാച് മാറി നിൽക്കും. മറ്റൊരിടത്ത് ബൈബിൾ പറയുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം മനസ്സിലായല്ലോ. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വരാതാക്കാൻ വേണ്ടി ദുഷ്ടശക്തികൾ പ്രവർത്തിക്കും. അതിനെ നിങ്ങൾ അതിജീവിക്കുന്നവരായിട്ട് മാറണം. അതിജീവിച്ച് ജയമെടുക്കണം.
ജയമെടുക്കുമ്പോൾ അതിനെ പ്രതി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കാണാൻ പറ്റും. അത് ആത്മീകമായും ഭൗതികമായിട്ടും അനുഗ്രഹം കാണാൻ പറ്റും. ഇന്നത്തെ ചിന്ത നാം കഴിഞ്ഞ ആഴ്ച ഒരു പ്രവാചകനെ കുറിച്ച് ചിന്തിച്ചായിരുന്നു. ആരായിരുന്നു പ്രവാചകൻ? എലീശ പ്രവാചകനെ കുറിച്ചാണ് ചിന്തിച്ചത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗത്തിൻ്റെ അവസാനത്തെ ഭാഗം വരെ നാം പഠിച്ചു വെച്ചു അല്ലേ? ആ കോടാലി നഷ്ടപ്പെട്ടപ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ്, എവിടെയാണ് അത് നഷ്ടപ്പെട്ടത്? അത് നഷ്ടപ്പെട്ട ഇടം ആര് പറഞ്ഞു കൊടുത്തു? ഈ കോടാലിയുടെ ഉടമസ്ഥൻ പറഞ്ഞു കൊടുത്തു. നഷ്ടപ്പെട്ട ഇടത്തുനിന്ന് അതിന് തിരിച്ചെടുക്കണം. എന്തുകൊണ്ടാണ് തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ? പ്രവാചകൻ 7-ാമത്തെ വാക്യം, ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. എവിടെ എറിഞ്ഞത്? ആ കോടാലി നഷ്ടപ്പെട്ട ഇടത്തേക്ക് എറിഞ്ഞു. കോൽ വീണ ഇടത്ത് നിന്ന് എന്ത് പൊങ്ങി വന്നു? കോടാലി പൊങ്ങി വന്നു. അപ്പോൾ ഈ കോൽ എന്ന് പറയുന്നത് വചനം എന്ന കോലാണ്. ഈ കോൽ പലയിടത്തും പല രീതിയിലും പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? മിസ്രൈമിലെ മന്ത്രവാദികൾ ഉരുവാക്കിയ സർപ്പങ്ങളെ വിഴുങ്ങിയ മോശയുടെ വടി എന്ന കോൽ, ചെങ്കടലിനെ 2ആയി പിളർത്തിയ മോശയുടെ വടി എന്ന കോൽ. ഹല്ലേലൂയ! ഇങ്ങനെ അനേക ഇടത്ത് കോലുകളെ നാം വേദപുസ്തകത്തിൽ പലതരത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് വചനം എന്ന കോലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതെവിടെ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ പോയി മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്നൊരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ! നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്നൊരു ദൈവം. മക്കളാകുന്ന നന്മകളെ അമ്മമാരും അപ്പന്മാരും മരണമാകുന്ന യോർദാനുകളിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കുമ്പോൾ, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമ്മൾ പറയും അവൻ്റെ അഹങ്കാരം അവളുടെ അഹങ്കാരമെന്ന്. യാഥാർത്ഥ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അപ്പനും അമ്മയും ലോകമാകുന്ന മരണമാകുന്ന യോർദാനിൽ വലിച്ചെറിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് യൗവന മക്കൾ ഇന്നും രക്തസാക്ഷികളായി ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ഇതിനകത്ത് മുങ്ങിത്തപ്പി വചനം കൊണ്ട്, സ്നേഹം കൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ സാരം ഞാനിങ്ങനെ വെളിപ്പെടുത്തി പോകാം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടത് എന്ത് കാരണമെന്ന് ദൈവസന്നിധി ഇരുന്ന് ചോദിക്കണം. നമ്മുടെ കണ്ണിന് മൂടപ്പെട്ടിരിക്കാം. ഹല്ലേലൂയ! ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദിക്കണം, ദൈവമേ, എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾക്ക്, നാശങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, കഷ്ടതകൾക്ക് കാരണമെന്ത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു നാളിൽ ചോദിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊരു ശുശ്രൂഷകനാവുകയില്ലായിരുന്നു. ദൈവസന്നിധിയിൽ നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒടുവിലത്തെ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചു, എന്താ കർത്താവേ കുറവ്? അപ്പോഴോർപ്പിച്ചു, നിനക്കൊരു നേർച്ചയുണ്ടല്ലോ, നീ സ്വന്തമായി നേർന്നതാണല്ലോ, ഞാൻ ചോദിച്ചതൊന്നും അല്ലല്ലോ. അപ്പോൾ അതോടെ ഇരിക്കട്ടെ, ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധി ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ഈ പ്രശ്നത്തിന് കാരണമായ പ്രതിസന്ധി എന്താണ്? ഞാൻ അവിടേക്ക് നിൻ്റെ വചനമെന്ന കോലിട്ട് അതിൽ നിന്ന് കടന്നു വരാൻ തയ്യാറാണ്. നിങ്ങളൊരു 10 മീറ്റർ കയറെടുത്തു എന്ന് കരുതുക, അല്ല തുണി തയ്ക്കുന്ന നൂല്. നമ്മളതിങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? കുരുക്ക് പറ്റും. കുരുക്ക് പറ്റിയാൽ അത് എങ്ങനെ കുരുങ്ങിയോ അതേ വഴികളിലൂടെ മാത്രമേ ആ നൂലിൻ്റെ കുരുക്കഴിക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. ജീവിതവും ഒരു കുരുക്ക് പോലെയാണ്. നാം ചില കുരുക്കുകൾക്കുള്ളിൽ പെട്ടുകിടക്കുകയാണ്. അത് എങ്ങനെ സംഭവിച്ചോ അതേ വഴികളിൽ കൂടെ മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. സഖായി എന്നൊരു മനുഷ്യൻ യേശുവിനെ കാണാൻ വളഞ്ഞ വഴിയെ കാട്ടത്തിമേൽ കയറി. അവൻ ഇറങ്ങിയെങ്കിൽ മാത്രമേ അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റൂ. ആദ്യത്തെ ദിവസം ചിന്തിച്ച കാര്യം, പ്രിയമുള്ളവരെ, നമ്മൾ കഷ്ടതകളാകുന്ന കാട്ടത്തിമേൽ കർത്താവ് നമ്മെ കയറ്റിയതല്ല, നമ്മളാണ് കയറിയത്. ഹല്ലേലൂയ! കർത്താവ് നമ്മെ കയറ്റിയതല്ല. അങ്ങനെ ആരും ഒരിക്കലും പറയരുത്. ചില കഷ്ടതകൾ, നമ്മളുടെ ചില വീഴ്ചകൾ, കുറവുകൾ, കുറ്റങ്ങൾ നമുക്കത് കുറവാണെന്ന് അറിഞ്ഞുകൂടായിരിക്കാം. ഇന്ന് മറയ്ക്കപ്പെടുന്ന ഒരുപാട് പാപങ്ങൾ എൻ്റെയും നിങ്ങളുടെയും
ജീവിതത്തിലുണ്ട്. നമ്മളെല്ലാം ശരിയായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അറിയാതെയാണ് പല തെറ്റുകളിലും വീണ്ടും പോകും. ആ തെറ്റാണ് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു, അല്ലേ? അപ്പം അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവമേ അതെന്താണെന്ന് എന്നെ ഉണർത്തിക്കണമെന്നൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അതാണ് ഈ 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വചനമെന്ന കോലിട്ട് നഷ്ടപ്പെട്ടവയെ നഷ്ടപ്പെട്ട ഇടത്തു നിന്ന് തിരിച്ചുയർത്തിക്കൊണ്ടുവരുവാൻ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 8-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, അനന്തരം ആരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധം ഉണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയമിറങ്ങണമെന്ന് എന്നിങ്ങനെ അവൻ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തുകൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്ക എന്ന് ഉദ്ബോധിപ്പിച്ചു. ഞാൻ ഇന്ന് ആരംഭമേ പറഞ്ഞ കാര്യത്തിലേക്ക് കടന്നു വരികയാണ്. ഈ ഇസ്രായേൽ ജനം എന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണല്ലോ, അല്ലേ? എപ്പോഴും ഇസ്രായേൽ ജനത്തിനെതിരായി നിൽക്കുന്നത് ആരാം രാജാവാണ്. ആരാം രാജാവിൻ്റെ പേരെന്താണ്? ബെൻ ഹദാദ്. ആരാം രാജാവിൻ്റെ പേരെന്താണ്? ആരാം രാജാവായ ബെൻ ഹദാദ് അതിവിടെ പറഞ്ഞിട്ടല്ല, താഴോട്ട് വരുമ്പോൾ രാജാവിൻ്റെ പേര് പറയുന്നുണ്ട്. ആരാം രാജാവായ ബെൻ ഹദാദ് ഇസ്രായേൽ ജനത്തെ തകർക്കുവാനും പിടിച്ചടക്കുവാനും വേണ്ടി യുദ്ധത്തിനായിട്ട് ചില പദ്ധതികൾ ഇട്ടു. അവനിട്ട പദ്ധതി, ഇന്ന സ്ഥലങ്ങളിൽ നമ്മൾ പാളയമിറങ്ങി ഈ ജനത്തെ കീഴ്പ്പെടുത്തണം. പക്ഷേ ഈ ബെൻ ഹദാദ് തൻ്റെ സൈന്യവുമായി വളരെ രഹസ്യത്തിൽ ചില പദ്ധതികൾ സൂക്ഷ്മമായി നിരൂപിക്കുമ്പോൾ തന്നെ, യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ പ്രവാചകനായ എലീശയ്ക്ക് ഈ ആരാം രാജാവായ ബെൻ ഹദാദിൻ്റെ പദ്ധതികളെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. ആരാം രാജാവായ ബെൻ ഹദാദിൻ്റെ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ദുഷ്ടതയുടെ പദ്ധതികളെ ദൈവത്തിൻ്റെ ദാസനായ എലീശയ്ക്ക് സർവശക്തനായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ദൈവജനമായി ജീവിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമായി നാം ജീവിക്കുമ്പോൾ, നമ്മെ എങ്ങനെ തകർക്കണം, ഏതൊക്കെ രീതിയിൽ തകർക്കണം, ഏതൊക്കെ ബലഹീനതകളിൽ നമ്മെ ആക്രമിക്കണമെന്ന് ശത്രു പദ്ധതിയിടുമ്പോൾ, നമ്മുടെ ബലഹീനതകളെ അവൻ്റെ ജയത്തിൻ്റെ പദ്ധതികളാക്കി മെനയുമ്പോൾ, സർവശക്തനായ ദൈവം വചനത്തിലൂടെയും വചന പ്രഘോഷണങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ വഴിയെ പോകരുതേ, ആ വഴിയെ നിൽക്കരുതേ, അങ്ങനെ ചിന്തിക്കരുതേ, അങ്ങനെ സംസാരിക്കരുതേ, അങ്ങനെ പ്രവർത്തിക്കരുതേ, അങ്ങനെ ഇടപെടരുതേ. ദൈവവചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാ. ഇസ്രായേൽ രാജാവിന് എലീശ ഈ മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അയാൾ ആ സ്ഥലത്തുകൂടെയൊന്നും എന്ത് ചെയ്തില്ല? യാത്ര ചെയ്തില്ല. നമ്മുടെ ജീവിതത്തിൽ ചില വഴികളിലൂടെ പോകരുത് എന്ന ചില തിരിച്ചറിവുകൾ ഉണ്ടായാൽ, പ്രിയമുള്ളവരെ, ആ വഴികളിലൂടെ പോകരുത്. ചിലത് തെറ്റെന്ന് ഉള്ളിലൊരു തോന്നൽ വന്നാൽ ആ തെറ്റുകളിലൂടെ പിന്നെ സഞ്ചരിക്കരുത്. അതിനെ മാറ്റിവെക്കാൻ, അതിനെ നീക്കി വയ്ക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ കടന്നു പോയാൽ എന്ത് സംഭവിക്കും? ശത്രു, മൂർഖനാം പിശാച് ശത്രു നമ്മെ തകർക്കാൻ അവിടെ പതിയിരിപ്പുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേലിലെ രാജാവിന് ഈ എലീശ ഒരു മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ഇസ്രായേൽ രാജാവ് കുറച്ച് ആൾക്കാരെയും കൂട്ടി അങ്ങോട്ട് പോയില്ല. പോയില്ല. ആ വഴി മാറിപ്പോവുകയാണ് ചെയ്തത്. ചില സമയങ്ങളിൽ ചിലരൊക്കെ ചോദിക്കും, അതെന്താടാ, നിന്റെ ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടാണോ നീ അവിടെ കൂടി പോകാൻ, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാനൊക്കെ പേടിക്കുന്നത്? ചിലതൊക്കെ ദൈവം ഒരു മുന്നറിയിപ്പ് തന്നാൽ എന്ത് ചെയ്യരുത്? ആ വഴി പോകരുത്. ദൈവത്തിൻ്റെ ശക്തിയെ പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കരുത്. ദൈവത്തിൻ്റെ നാമം വച്ചൊരിക്കലും നമ്മൾ വെല്ലുവിളിക്കരുത്, തോറ്റുപോകും. ദൈവം നമുക്ക് വെല്ലുവിളിക്കാനുള്ളൊരു ഏജന്റ് അല്ല. അത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിച്ചോളണം. ദൈവത്തിന് എല്ലാവരും സമന്മാരാ. ഞാനും നിങ്ങളും നിർത്തിയാൽ സമന്മാർ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രതി ഒന്നിനെയും വെല്ലുവിളിക്കാൻ പോകരുത്. നമുക്ക് ദൈവം ബുദ്ധി ഉപദേശിച്ച് തരുമ്പോൾ എന്ത് ചെയ്യണം? ആ വഴികളെ മാറ്റിക്കളയണം. അപ്പോഴിതാ ഈ ബെൻഹദാദ് തൻ്റെ സൈന്യത്തെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ അരമനയിൽ
നിങ്ങളുമായി വളരെ രഹസ്യത്തിൽ ഈ ഇസ്രായേലുമായി കഴിക്കുന്ന, ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ആലോചിക്കുന്ന ആലോചനകൾ ഇസ്രായേലിലെ രാജാവിന് ചോർത്തി കൊടുക്കുന്ന ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ആ ഭാഗം വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആരാം രാജാവ് ചോദിക്കുകയാണ്, ഞാൻ വളരെ രഹസ്യമായി, 6-ാം അധ്യായം 11-ാമത്തെ വാക്യം, ആമേൻ, ഞാൻ വളരെ രഹസ്യമായി നമ്മൾ ഒരുമിച്ച് കഴിക്കുന്ന ഈ കാര്യങ്ങളെ ഇസ്രായേൽ രാജാവിന് ചോർത്തിക്കൊടുക്കുന്നവൻ ആർ എന്ന് ഇസ്രായേൽ രാജാവ് 11-ാം വാക്യത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ ഭൃത്യൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ പോലും ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു. എന്താ പറഞ്ഞേ? നിന്റെ ഏറ്റവും രഹസ്യമായ ജീവിതത്തിലുള്ള കാര്യങ്ങൾ പോലും, അതായത് ഒരു ഭർത്താവ് ഏറ്റവും രഹസ്യം ആരോട് പറയും? ഭാര്യയോടെ പറയും. നീ നിന്റെ ദാസന്മാരിൽ നിനക്ക് വിശ്വാസക്കുറവ് മൂലം നിന്റെ ഭാര്യയോട് പറയുന്ന ഏറ്റവും ഉയർന്ന നയതന്ത്രപരമായ കാര്യങ്ങൾ പോലും യഹോവയായ ദൈവം കേൾക്കുന്നുണ്ട്, യഹോവയായ ദൈവം കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്. അവൻ തൻ്റെ പ്രവാചകനായ എലീശയിലൂടെ ഇസ്രായേൽ രാജാവിനെ അത് അറിയിക്കുന്നുണ്ട്. ഹല്ലേലൂയ, അത് അറിയിക്കുന്നുണ്ട്. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കുക, ശത്രുവിൻ്റെ നമുക്കെതിരെയുള്ള പദ്ധതികളെ പോലും മനസ്സിലാക്കുന്നവനാണ് ആര്? നമ്മുടെ ദൈവം. അപ്പം നമ്മൾ പേടിക്കണോ? നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്നാൽ ശത്രു നമുക്കെതിരെ കൊണ്ടുവരുന്ന സകല നിരൂപണങ്ങളെയും ദൈവം എന്ത് ചെയ്യും? നമുക്ക് വെളിപ്പെടുത്തി തരും. നാം ദൈവത്തോട് ചേർന്നിരുന്നാൽ ശത്രു നമുക്കെതിരെ കൊണ്ടുവരുന്ന ചില നിരൂപണങ്ങളെ പോലും ദൈവം എന്ത് ചെയ്യും? നമ്മുടെ മുൻപിൽ കൊണ്ടുവരും. അതിനെ അറിഞ്ഞ് അതിനെ ഒഴിഞ്ഞു പോകാൻ ദൈവം എന്ത് ചെയ്യും? നമ്മെ സഹായിക്കും. മനസ്സിലായോ? നാം ദൈവത്തോട് ചേർന്നിരുന്നാൽ ശത്രു നമുക്കെതിരെ മെനയുന്ന എല്ലാ തന്ത്രങ്ങളെയും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഇനി അവിടെ മറ്റൊരു അപകടം കൂടെയുണ്ട്. അവൻ ശത്രുവിൻ്റെ നിരൂപണങ്ങളെ അറിയുന്നവനാണെങ്കിൽ നമ്മുടെ നിരൂപണങ്ങളെയും അറിയുന്നവനാണ് ദൈവം. അവന് മറവില്ല ഒന്നും. നമ്മുടെ ഹൃദയത്തിലെ ഒരു ചിന്തയും അവന് മറവില്ല. നമ്മൾ പറയും, ഞാൻ പറഞ്ഞെങ്കിലല്ലേ അത് പാപമാവുകയുള്ളൂ, ഞാൻ പറഞ്ഞെങ്കിലല്ലേ അത് പാപമാവുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ വേദപുസ്തകം പറയുന്നത്, നീ ചിന്തിച്ചാൽ അത് പാപം. നീ ചിന്തിച്ചാൽ അത് പാപം. നീ നോക്കാൻ പാടില്ലാത്ത രീതിയിൽ നോക്കിയാൽ അത് പാപം. ബൈബിൾ വ്യക്തമായിട്ടത് പറയുകയാ. നമ്മൾ അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ വേണം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ. കാര്യം അവൻ്റെ പുസ്തകത്തിൽ ഇതൊന്നും മായ്ക്കാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ! അവൻ്റെ പുസ്തകത്തിൽ ഇതൊന്നും മായ്ക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ജീവിതം, നമ്മൾ എപ്പോഴും പറയും, മനുഷ്യൻ കാണുന്ന ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കും പോലെയാണ് മനുഷ്യൻ്റെ ജീവിതങ്ങളും അവസ്ഥകളും. അല്ലേ? ഞാൻ കണ്ണടച്ചിരുന്ന കൊച്ചു പിള്ളേരൊക്കെ ഒളിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? തലയിൽ കൂടെ തുണിയിട്ടിട്ട് ബാക്കി ശരീരം മുഴുവൻ പുറത്തു വെച്ചിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ. നമ്മുടെ പാപമംഗലമായ അനുഭവങ്ങളെല്ലാം ദൈവത്തിന് അറിഞ്ഞിരിക്കെ നമ്മൾ വിശുദ്ധരെന്ന് ധരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ചിന്തകളെ നാം സസൂക്ഷ്മം നിയന്ത്രിക്കേണ്ടവരാണ്. ചിന്തകളെ നാം നിയന്ത്രിക്കേണ്ടവരാണ്. രഹസ്യത്തിലുള്ള പിറുപിറുപ്പുകളെ നാം നിയന്ത്രിക്കേണ്ടവരാണ്. നമ്മുടെ താഴ്ന്ന സംസാരങ്ങളെ നാം നിയന്ത്രിക്കേണ്ടവരാണ്. അവൻ ശത്രുവിൻ്റെയും നമ്മുടെയും പദ്ധതികളെ അറിയുന്നവനാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഇവിടെ വായിച്ചു കേട്ടല്ലോ, ഞാൻ നിങ്ങളുടെ ആരംഭം പറഞ്ഞു, ശത്രു നമ്മുടെ ബലഹീനതകളെ അറിയുന്നവനാണ്. അപ്പോൾ ഇവിടെ ഈ എലീശയ്ക്ക് ഇസ്രായേൽ രാജാവിനെതിരായിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് ദൈവം വെളിപ്പാട് കൊടുത്തു. അപ്പോൾ ഇനി ആരെ തകർക്കണം? എലീശയെ തകർക്കണം. ആരെ? എലീശയെ തകർക്കണം. അപ്പോൾ ഈ ബെൻഹദാദ് ചോദിക്കുകയാണ്, ഈ എലീശ എവിടെയുണ്ട്? 6-ാം അധ്യായം 13-ാം വാക്യം, അതിൻ്റെ ബി പാർട്ട്, അവൻ ദോഥാനിൽ ഉണ്ട് എന്ന് അറിയുകയും ഈ ബെൻഹദാദിൻ്റെ സൈന്യം ദോഥാനിൽ ചെന്ന് എലീശയും അവൻ്റെ ശിഷ്യന്മാരും പാർക്കുന്ന ഇടം വളയുകയും ചെയ്തു. ഹല്ലേലൂയ! ഇപ്പം ആരെയാണ് വളഞ്ഞിരിക്കുന്നത്? എലീശയെ വളഞ്ഞിരിക്കുകയാ. ഹല്ലേലൂയ! നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരുണ്ടാകും, നമുക്ക് വേണ്ടി മാധ്യസ്ഥം ചെയ്യുന്നവരുണ്ടാകും. പലപ്പോഴും അവരെന്ത് ചെയ്യും? ശത്രു വളഞ്ഞ് കെട്ടിക്കളയും.
ചിലർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നിൽക്കും, അവരെ ശത്രു വളഞ്ഞ് കെട്ടിക്കളയും. ചിലപ്പോൾ നമ്മൾ തന്നെ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയും ജീവിതക്രമവും ഉണ്ടാകും. അതിനെ ശത്രു വളഞ്ഞ് കെട്ടിക്കളയും. മുന്നമേ അറിഞ്ഞ് നമ്മൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ജീവിക്കുന്നവരായിരിക്കും. ശത്രു ഇതിനെ കെട്ടിക്കളയും. അങ്ങനെ ഒരു പ്രഭാതത്തിൽ എലീശയുടെ ശിഷ്യന്മാർ, ഈ ശിഷ്യനിൽ ഒരുത്തൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ, 6-ാം അധ്യായം 13-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഒരു വലിയ സൈന്യം, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13 താഴോട്ട്, ഒരു വലിയ സൈന്യം അവർ വിസ്താരത്തിലാക്കിയ ആ ഇടത്തെ വളഞ്ഞിരിക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. നാം ആദ്യത്തെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇവർ പാർക്കുന്ന സ്ഥലം ആദ്യം അവർക്ക് എങ്ങനെയുള്ളതായിരുന്നു? എലീശ ശിഷ്യന്മാർ പാർക്കുന്ന ഇടം എങ്ങനെയുള്ളതായിരുന്നു? ഇടുക്കമുള്ള ഇടമായിരുന്നു. ആമേൻ. ഇടുക്കമുള്ള ഇടം ദൈവത്തിന്റെ ഹിതത്താൽ വിസ്താരമാക്കി. ഇപ്പൊ വിസ്താരമായി സന്തോഷത്തോടെ പാർക്കുകയാണ്. അപ്പൊ സന്തോഷത്തോടെ ഈ വിസ്താരതയിൽ സ്വസ്ഥമായി പാർക്കുമ്പോൾ ഈ സ്വസ്ഥതയുടെ നടുവേ ഒരു വലിയ സൈന്യം അവരെ വളഞ്ഞു കളഞ്ഞു. ഒരു വലിയ സൈന്യം അവരെ വളഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ശിഷ്യൻ പേടിച്ചു വിറച്ച് എലീശയുടെ അടുത്തേക്ക് പോയി, അയ്യോ നോക്ക്, ഇതാ കുതിരകളും രഥങ്ങളുമായിട്ട് നമ്മെ ആക്രമിക്കുവാൻ വേണ്ടി അവർ കടന്നു വന്നിരിക്കുകയാ. 6-ാം അധ്യായം 17-ാമത്തെ വാക്യം, എലീശ തന്റെ ശിഷ്യനെ ചേർത്ത് നിർത്തി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവൻ ഭൗതികമായ കണ്ണുകൊണ്ടാണ് കണ്ടത്, ഇവന്റെ ആത്മീകമായ കണ്ണിനെ നീ തുറക്കണമേ. നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ഭൗതികമായ കണ്ണുകൊണ്ടാണ് പലപ്പോഴും കാണുന്നത്. എലീശയുടെ ശിഷ്യൻ ഭൗതികമായ കണ്ണുകൊണ്ടാണ് പുറത്ത് വളഞ്ഞിരുന്ന ശത്രുക്കളെ കണ്ടത്. എന്നാൽ എലീശ പ്രാർത്ഥിച്ചു, ഇവന്റെ കണ്ണ് തുറക്കാൻ തക്കവണ്ണം ഇവന്റെ അകത്തെ കണ്ണിനെ നീ തുറന്നു കൊടുക്കണമേ. എലീശയുടെ ശിഷ്യൻ വിചാരിച്ചു, ഞങ്ങൾ 10-30 പേരാണുള്ളത്, ഇവർ 10,000 ഇതാ ഞങ്ങളെ വളഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് എങ്ങനെ ഇവരെ എതിർക്കുവാൻ കഴിയും? അങ്ങനെ ചിന്തിക്കുമ്പോൾ എലീശ പ്രാർത്ഥിച്ചു, നീ ഇവന്റെ കണ്ണിനെ തുറന്നു കൊടുക്കണമേ. എലീശയുടെ ശിഷ്യന്റെ കണ്ണ് തുറക്കുമ്പോൾ അവൻ കണ്ടത് എന്ത് എന്ന് നിങ്ങൾ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അഗ്നിമയ രഥങ്ങളും കുതിരകളും കൊണ്ട് ഹല്ലേലൂയ പർവ്വതം മുഴുവൻ നിറഞ്ഞിരിക്കുകയാ. അവൻ ആദ്യം ഭൗതികമായ കണ്ണുകൊണ്ട് കണ്ടത് ആരെയാണ്? ആരാമ്യ സൈന്യത്തെയാണെങ്കിൽ അവൻ ആത്മീക കണ്ണുകൊണ്ട് കണ്ടത് ദൈവത്തിന്റെ സൈന്യത്തെയാണ്. നാം ഭൗതികമായ കണ്ണുകൾ കൊണ്ട് കാണുന്നത് ലോകത്തിന്റെ പ്രശ്നങ്ങളെയാണെങ്കിൽ, നാം ഒന്ന് കണ്ണുകളടച്ച് ആത്മീകമായ കണ്ണുകളെ തുറന്നാൽ നാം കാണുന്നത് ദൈവത്തിന്റെ സംരക്ഷണത്തെ ആയിരിക്കും. നാം ഈ ലോക ജീവിതത്തിൽ പതറിപ്പോകുന്നത്, തോറ്റുപോകുന്നത്, തകർന്നു പോകുന്നത് ഈ ലോകപ്രകാരം നമ്മുടെ പ്രശ്നങ്ങളെ കാണുന്നത് കൊണ്ടാണ്. ഈ ലോകപ്രകാരം നമ്മുടെ പ്രതിസന്ധികളെ കാണുന്നത് കൊണ്ടാണ്. ഈ ലോകപ്രകാരം നമ്മുടെ ശത്രുവിനെ കാണുന്നത് കൊണ്ടാണ്. ഈ ലോകപ്രകാരം നമ്മുടെ രോഗത്തെ കാണുന്നത് കൊണ്ടാണ്. ഒന്ന് കണ്ണുകളെ അടച്ച് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ അമർന്നിരുന്ന് ആത്മീകമായി, ദൈവമേ, നീ ഇതിനൊരു പ്രതിവിധി എനിക്ക് കൽപ്പിച്ചു തരണമേ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി അഗ്നിമയ രഥങ്ങളും കുതിരകളുമായി ഇറങ്ങി വരുന്ന സർവശക്തനായ ദൈവത്തിന്റെ പ്രതിവിധിയെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ കഴിയും. എലീശയുടെ വിജയവും എലീശയുടെ ശിഷ്യന്റെ പരാജയവും ഇത് തന്നെയായിരുന്നു. എലീശയുടെ ശിഷ്യൻ അവൻ ലോകപരമായ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ എലീശ പ്രാർത്ഥനയിലൂടെ ആത്മീക കണ്ണുകളെ ഉയർത്തി ദൈവത്തിന്റെ പദ്ധതിയെ കണ്ടു. അതുകൊണ്ട് ഈ രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ട് ലോകത്തിന്റെ പദ്ധതിയോ ലോകത്തിന്റെ പ്രവൃത്തിയോ കാണുകയല്ല. ഈ ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ട്, ലോകത്തിന്റെ ചെവികൾ കൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ അളക്കുകയല്ല. സർവശക്തനായ ദൈവത്തിന്റെ കൃപയാൽ ആത്മാവിൽ കാണാൻ തക്കവണ്ണം ഹൃദയങ്ങളെ ദൈവസന്നിധി ചേർത്ത് വെച്ച് കൊടുക്കണം. അപ്പോഴാ പാട്ടുകാരൻ പാടിയത്, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാ നിന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. പ്രിയമുള്ളവർ, അതൊരു സന്തോഷമാണ്. ഏത് രോഗത്തിന്റെ മധ്യേയും, ഏത് കഷ്ടതയുടെ മധ്യേയും, ഏത് കടഭാരത്തിന്റെ മധ്യേയും, ഏത് കണ്ണുനീരിന്റെ മധ്യേയും, ഏത് അവഗണനയുടെ മധ്യേയും, ഏത് പൈശാചിക ബന്ധനത്തിന്റെ മധ്യേയും ദൈവത്തിന്റെ മുഖത്ത് നോക്കുന്ന ദൈവവൈതൽ തോറ്റുപോകയില്ല. അവൻ ചിരിച്ചുകൊണ്ടേയിരിക്കും, അവൻ സന്തോഷത്തോടെ ഇരിക്കും. അവന്റെ ഉള്ളിൽ നിന്ന് സന്തോഷം പൊങ്ങി വരും. കാരണം അവന് ബലമായി സ്വർഗസ്ഥനായൊരു ദൈവമുണ്ട്. അവന് ബലമായി 1000 10,000 ലക്ഷോപലക്ഷം സൈന്യം അവന് ചുറ്റും ദൈവം കാവൽ നിർത്തിയിരിക്കും.
നീ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നിന്നെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാത്തം ചെയ്തത് ദൈവമാണെങ്കിൽ അവനൊരിക്കലും എന്ത് ചെയ്യില്ല, നിന്നെ ഉപേക്ഷിച്ച് കളയുകയില്ല. എലീശയെ സംരക്ഷിക്കാൻ ആർക്ക് പറ്റും? ശിഷ്യന്മാരെ സംരക്ഷിക്കാൻ ആർക്ക് പറ്റും? ദൈവത്തിന് പറ്റും. ശിഷ്യൻ കണ്ടു അഗ്നിമയ രഥങ്ങളെ. വെറും രഥങ്ങളല്ല കേട്ടോ, തീ കത്തുന്ന രഥങ്ങൾ. അഗ്നിമയ രഥങ്ങൾ എന്നാൽ തീയിൽ ജ്വലിക്കുന്ന രഥങ്ങൾ. ഒരൊറ്റ രഥം മതി, 1000 10,000 ഒന്നും വേണ്ട. ഒരൊറ്റ രഥം ഈ ആരാമ്യ പാളയത്തിൽ ഓടിയാൽ മതി, ഇവർ വിരണ്ടോടും. ഹല്ലേലൂയ! അങ്ങനെയുള്ള 10,000 രഥങ്ങളുമായി യഹോവ ഇറങ്ങി നിൽക്കുന്നത് ശിഷ്യൻ കണ്ടു. നമുക്ക് കാണണ്ടേ ഈ ദൈവദർശനം? നമുക്ക് അനുഭവിക്കേണ്ട ഈ ദൈവിക സാന്നിധ്യം? ഇതൊരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി മാറ്റിവെച്ചതല്ല. ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാ വ്യക്തിയുടെ മധ്യയിലുണ്ട്. നിങ്ങളിന്ന് ദേവാലയത്തിലായിരിക്കുന്നതും നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതും ഈ ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. നമ്മൾ ഭൗതികമായി കാണുന്നു, അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റുന്നില്ല? ഈ അഗ്നിമയ രഥം കാണാനും പറ്റുന്നില്ല, ദൈവത്തിൻ്റെ കുതിരകളെ ദർശിക്കാനും പറ്റുന്നില്ല. എന്നാലും സ്നേഹവാനായ ദൈവം നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നില്ലേ? അവിടെ 2 പേരെ അഗ്നിമയ രഥങ്ങളെ കണ്ടുള്ളൂ. ആരൊക്കെയാ? എലീശയും പുറത്തിറങ്ങി വന്ന ആ ശിഷ്യനും. ബാക്കി ഒരുപാട് ശിഷ്യന്മാർ അവിടെ ഉണ്ടല്ലേ. ദേവാലയത്തിലേക്ക് പോയാലും വളരെ കുറച്ചു പേരാണ് പരിശുദ്ധാത്മാവിൻ്റെ റൂഹായുടെ സാന്നിധ്യത്തെ ഏറ്റവും അടുത്തറിയുന്ന വളരെ കുറച്ച് പേർ മാത്രമാണ്. പക്ഷെ ബാക്കിയുള്ളവരും എന്ത് ചെയ്യുന്നുണ്ട്? ആ റൂഹായുടെ ശക്തി പ്രാപിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരും ആ റൂഹായുടെ കൃപ പ്രാപിക്കുന്നുണ്ട്. എല്ലാവരും ആ റൂഹായുടെ സംരക്ഷണത്തിൽ തന്നെ ആയിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് കാണണമെന്നൊരാഗ്രഹം കൂടെ വേണം. കണ്ടാലല്ലേ നമുക്കൊരു ബലം വരികയുള്ളൂ, അല്ലേ? അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, റൂഹായേ, നിന്റെ സാന്നിധ്യത്തെ, നിന്റെ ശക്തിയെ, നിന്റെ സൈന്യത്തെ നീ എനിക്ക് കാണിച്ചു തരണമേ. നിന്റെ ബലത്തെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. നീ സൈന്യമായി, നീ കാറ്റായി, നീ തീയായി ഇറങ്ങി നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ നീ ഇടവരുത്തണമേ. ഹല്ലേലൂയ! അതേത് രൂപത്തിലൊന്നും പറയാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യയേക്ക് നിറയുന്നത് വളരെ അത്ഭുതകരമായിട്ടാണ്. പല ഇടങ്ങളിലും അല്ലേ, നടന്നുപോയ വഴികളിൽ എത്രയോ മരങ്ങൾ ഒടിഞ്ഞു വീണ്ടു. തമാശയായിട്ടല്ല, കാര്യമായിട്ട് പറയുക. ഞാനൊരിക്കൽ ഈ പൂവത്തൂർ ഇടവകയിലോട്ട് പോകുമ്പോൾ ഞാൻ ഒരു വലിയ തടി കയറ്റി പോകുന്ന, അടുക്കി പോകുന്ന ലോറി, അതിൻ്റെ പുറകെ കാറ് ഓടിച്ചു പോയി. നല്ല മഴയാണ്. അപ്പോൾ ഇതിൻ്റെ കെട്ടഴിഞ്ഞു പോയി. അപ്പം ഞാൻ കെട്ട് മുഴുവൻ അടിച്ചു പോയി. ഇതിൻ്റെ പുറകെ ഞാൻ പോകുന്നത്. അതിൽ നിന്നുള്ള ആ തടി കഷ്ണങ്ങൾ നല്ല പൊക്കത്തിന് അടുക്കിയിട്ടുണ്ട്. അരുവിയോട് സ്ഥലത്തെത്തിയപ്പോൾ ഇതൊന്നും അഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ എന്നെ അതിൽ നിന്ന് പറക്കിയെടുക്കാൻ പോലും കിട്ടത്തില്ല. അപ്പം ഞാനും ഇത് കാണുന്നില്ല, ആ ലോറി ഡ്രൈവറും ഇത് കാണുന്നില്ല. പെട്ടെന്ന് ഈ ലോറിയുടെ ഫ്രണ്ട് തട്ടിയിട്ട് ഒരു മാവിൻ്റെ കൊണ്ട ഒടിഞ്ഞു. മാവിൻ്റെ കൊണ്ട ഒടിയുകയാണ്. അപ്പോൾ ഇത് ഒടിയുമ്പോൾ ആ പ്രദേശത്ത് നിന്ന് ആൾക്കാരൊക്കെ ഇതിൻ്റെ മുകളിൽ ശ്രദ്ധിക്കാനിടയായി. അപ്പോൾ എല്ലാവരും ഓടി വന്ന് വണ്ടി നിർത്തി. അതുകൊണ്ട് മാത്രം, അതല്ലെങ്കിൽ ആ അരുവിയോട് കയറ്റം കയറുമ്പോൾ ഇത് ഇറക്കമായതുകൊണ്ടാണ് ഫ്രണ്ടോട്ട് തള്ളിയിരുന്നേ. ആ കയറ്റം കയറുമ്പോൾ എല്ലാം കൂടി തിരിച്ചു വരും. എന്ത് സംഭവിക്കുമായിരുന്നു? ഇത് റൂഹായിയുടെ സാന്നിധ്യമാണ്, റൂഹായിയുടെ കരുതലാണ്. പല ഇടങ്ങളിൽ ഞാൻ മറ്റൊരു അനുഭവം വൈഫിനോട് പറഞ്ഞു. ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഈ അടുത്ത കാലങ്ങളിൽ ബസ് യാത്ര ചെയ്യാറ്. ഇടയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ബസ് യാത്ര ചെയ്യുമ്പോൾ പേടിയാണ് ചില കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇങ്ങനെ ബസ് യാത്ര ചെയ്യുമ്പോൾ പേടി മീൻസ് എനിക്ക് പെട്ടെന്ന് വൊമിറ്റിംഗ് ടെൻഡൻസിക്ക് വരും, ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു ബസ് യാത്ര ചെയ്യുന്ന ഇടത്ത് ഒരു പയ്യൻ, ഇവൻ നെഞ്ചിൽ ഇങ്ങനെ 3 ചുവന്ന വരയൊക്കെ രക്തം കൊണ്ടൊക്കെ വരച്ചിട്ടുണ്ട്. ഇവൻ ഈ ലോ ഫ്ലോർ ബസ്സാണ്, എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരുന്നിട്ട് ഇവൻ ഇതൊക്കെ ഇങ്ങനെ വിരിച്ചു. അപ്പോൾ നമ്മളൊക്കെ ഇത്തിരി പ്രാർത്ഥിക്കുന്നവരോട് പോയാലും പ്രതിസന്ധിയാണല്ലോ. അപ്പോൾ എന്നിട്ട് ഇവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇവൻ്റെ കൈ കൊണ്ട് ആംഗ്യങ്ങളും എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സംഗതി പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി. ഇവൻ പ്രശ്നമാണ്, ഇവന് പ്രശ്നം എൻ്റെ അടുത്താണ്, നല്ല ഡ്രഗ് അഡിക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും എനിക്കൊരു പിടിയുമില്ല. എനിക്കാണ് ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കണ്ണുകളെ അടച്ചിട്ട് സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ ഇവൻ്റെ മേലുള്ള തിന്മയെ നിലയ്ക്കാക്കണം, ഇവൻ്റെ മേലുള്ള തിന്മയെ നിലയ്ക്കാക്കണം. തൊട്ടടുത്ത് സ്റ്റോപ്പ് എത്തുമ്പോൾ കുറേ കാക്കമാരെന്ന് പറഞ്ഞാൽ അറിയാമല്ല, തലയെ തുണിയൊക്കെ കെട്ടി വെള്ള പാൻറ്റും വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ കൊടുത്തിരിക്കുന്ന ചില അപ്പച്ചന്മാർ ഈ ബസ് നിർത്തിയപ്പോൾ ചാടി കയറി, കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് ചാടി കയറിയിട്ട് അവനെ തൂക്കിയെടുത്ത് അങ്ങ് ബസ്സിന് പുറത്തു കൊണ്ടുപോയി. അവൻ എന്താണെന്നോ ഏതാണെന്നോ അറിയത്തില്ല, പക്ഷെ അവൻ്റെ ഉദ്ദേശം ആ ബസ്സിനകത്ത് ഞാനായിരുന്നു.
പക്ഷേ സർവശക്തനായ ദൈവം കാക്കയെ അയച്ചും എന്ത് ചെയ്യും? കരുതുമെന്നുള്ളത്, റൂഹ കാക്കയുടെ രൂപത്തിൽ വരുമെന്നുള്ളതും അല്ലേ? കാക്കമാരായിട്ടും ആര് വരും? റൂഹ വരും. ആരുടെ രൂപത്തിലൊന്നും പറയാൻ പറ്റുകയില്ല. കാത്തിരിക്കുക. നമ്മൾ ആത്മീകമായി ബലപ്പെട്ടിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയെ പലയിടത്തും നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് അവിടെ മറ്റൊരു പ്രതിരോധ മാർഗമുണ്ട്. അവനെ പിടിച്ച് 2 കൊടുത്തിട്ട് എന്ത് ചെയ്യുക? എന്താ പ്രശ്നം എന്ന് ചോദിക്കാം. അങ്ങനെ ചെയ്ത കാക്ക വരുമോ? ചിലപ്പോൾ അവന് കഴിവുണ്ടെങ്കിൽ അവൻ 2 എനിക്കും തരും. ശരിയായ പരിഹാരം എന്താണ്? സർവശക്തൻ്റെ സന്നദ്ധിയിൽ നമ്മെ വച്ചു കൊടുക്കുക എന്നതാണ്. പ്രശ്നങ്ങളുടെ മധ്യേ ഈ റൂഹായുടെ സാന്നിധ്യം അനുഭവിപ്പാനായിട്ട് വച്ചു കൊടുക്കുക. ഇവിടെ ഇന്നത്തെ ചിന്ത നാം അവസാനിപ്പിക്കുക. വരുന്ന ആഴ്ച ബാക്കി നമുക്ക് പഠിക്കാം. ഇവിടെ നമ്മളിന്ന് പഠിച്ച 2 പ്രധാനമായ കാര്യങ്ങൾ എന്നത്, ഒന്ന്, ശത്രുവിൻ്റെ ചിന്തകളെ അറിയുന്നൊരു ദൈവമുണ്ട്. അറിഞ്ഞ് അതിൽ നിന്ന് അവൻ നമ്മെ സംരക്ഷിക്കും. അടുത്ത് നമ്മൾ ചിന്തിച്ചൊരു കാര്യം എന്നത്, പ്രിയമുള്ളവരെ, അവൻ ശത്രുവിൻ്റെ ചിന്തകളെ മാത്രമല്ല നമ്മുടെ ചിന്തകളെയും അറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയോടുകൂടി വേണം ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും രഹസ്യം പറയാനും സൂക്ഷ്മതയോടുകൂടി വേണം. അത് ഒരിക്കലും അശ്രദ്ധമായിട്ട് ഒരു കാര്യവും നമ്മൾ സംസാരിക്കരുത്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ അശ്രദ്ധമായ പല സംസാരങ്ങളും പല ജീവിതങ്ങളും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു സൂക്ഷ്മതയോട് വേണം നമ്മൾ സംസാരിക്കണം. വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ്. തുടർന്ന് നമ്മൾ ചിന്തിച്ച കാര്യം, നമുക്ക് ചുറ്റും ഒരു വലിയ സൈന്യം കാവലിന് വേണ്ടിയുണ്ട്. നമ്മൾ രക്ഷയ്ക്കായിട്ട് ദൈവം ചില പദ്ധതികൾ ഒരുക്കുമ്പോൾ അതിനു മേലും ആര് കടന്നു വരും? ശക്തിയായിട്ട് പൈശാചികൻ കടന്നു വരും. ആ സ്ഥലത്തും അധികം ശക്തിയോടെ ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? പ്രശ്നങ്ങളെ ഭൗതികമായിട്ട് കാണരുത്, ആത്മീകമായ കണ്ണുകൾ തുറന്ന് കാണണം. ഇനി നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവമേ, ഞാൻ ബലഹീനനാണ്, നിൻ്റെ ശബ്ദം കേൾക്കാനോ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനോ ഒന്നും എനിക്ക് യോഗ്യതയില്ല, എനിക്കുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? നിൻ്റെ കരുണ കൊണ്ട് എനിക്ക് കൊതിയുണ്ടപ്പാ, എൻ്റെ ചുറ്റിലുമുള്ള ആ സാന്നിധ്യത്തെ കാണാൻ നീ എന്നെ സഹായിക്കണം. പ്രിയമുള്ളവരെ, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുപാട് ഇതര മതത്തിൽപ്പെട്ടവർ ഈ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. ഒരുപാട് ഇതര മതത്തിൽപ്പെട്ടവർ ഈ യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിച്ചു. അവരെല്ലാം ഈ യേശു ശബ്ദം കേൾപ്പിച്ചു. അവരെല്ലാം യേശു തൻ്റെ പ്രഭ കാണിച്ചു. അവരുടെ ഇടയിലെല്ലാം ഈ യേശു പ്രവർത്തിച്ചു. പിന്നെ ഇത്രയും കാലം ഈ അപ്പൻ്റെ നാമം എടുത്ത് കിടക്കുന്ന നമ്മളൊരു ആഗ്രഹം പറഞ്ഞാൽ ദൈവം കേൾക്കാതിരിക്കുമോ? ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും ഈ യേശുവിൻ്റെ ആ ഒരു പ്രഭാവലയം കാണണം. നിങ്ങളെല്ലാവരും ഈ യേശുവിൻ്റെ ശബ്ദം കേൾക്കണം. എന്നാലേ നിങ്ങളുടെ വിശ്വാസം ഇന്നുള്ളതിൽ നിന്നും അധികമായിട്ട് വർദ്ധിക്കുകയുള്ളൂ. ഞാൻ ഈ സ്നേഹത്തെ അറിഞ്ഞതുകൊണ്ട്, ആ മാറിൽ ചായ്ഞ്ഞിരുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുഖവും ഏറ്റവും വലിയ സന്തോഷവും അതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്കിത് നിങ്ങൾക്ക് പകർന്നു തരാൻ പറ്റുന്നത്. ഇതുപോലൊരു സന്തോഷം, ഒരു ആത്മനിർവൃത്തി വേറെ ഇല്ല. അപ്പൻ്റെ മാറി പറ്റിയിരിക്കുന്ന അനുഭവം ഉണ്ടല്ലോ, ഒന്നും നോക്കരുത്. ചുറ്റുപാടുകൾ നടക്കുന്ന പ്രതിസന്ധികളോ സാഹചര്യങ്ങളോ ഒന്നും നോക്കരുത്. അപ്പൻ്റെ മാറി ചാരിയിരിക്കാൻ നോക്കണം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് എന്ത് ചെയ്യണം?